300 വർഷം മുൻപ് രചിക്കപ്പെട്ട ഓലഗ്രന്ഥ രാമായണം, മാപ്പിള രാമായണം, ഇശൽ രാമായണം 1.5 സെന്റിമീറ്റർ വലിപ്പമുള്ളതും 1 ഇഞ്ച് വലിപ്പമുള്ളതും ഒറ്റ ശ്ലോകത്തിൽ ഉൾപ്പെടെ നിരവധി രാമായണ ഗ്രന്ഥങ്ങൾ. ഭാരതത്തിനകത്തും പുറത്തും വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച രാമായണത്തിന്റെ അപൂർവ ശേഖരവുമായി ഒരാൾ കണ്ണൂർ കൊട്ടിയൂരിനടുത്തുണ്ട്. മണതടയിലെ ചെറിയത്ത് പത്മനാഭൻ. റിപ്പോർട്ട് കാണാം. പല ഭാഷകളിൽ വ്യത്യസ്തമായ 228 രാമായണങ്ങൾ. സീതാദേവി ശ്രീരാമനോട് പറയുന്ന രാമായണങ്ങൾ പലതുണ്ട് കവിവരൻ എന്നു തുടങ്ങുന്ന അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിലെ ഈ വരികളാണ് റിട്ടയേർഡ് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറായ ചെറിയത്ത് പത്മനാഭനെ രാമായണത്തിലെ വൈവിധ്യതയെ അന്വേഷിച്ചിറങ്ങാൻ പ്രേരിപ്പിച്ചത്. മലയാളം, ഹിന്ദി, ഉറുദു, കന്നഡ, തമിഴ്, തെലുഗ്, ഗുജറാത്തി, ബംഗാളി, ഇംഗ്ലീഷ്, സംസ്കൃതം, നേപ്പാളി ഭാഷകളിലുള്ള രാമായണങ്ങൾ മണത്തണയിലെ ഈ വീട്ടിലുണ്ട്. രാമായണത്തിന് 3000 വേർഷൻ ഉണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രാമായണം വളരെ പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമായണങ്ങളെപ്പറ്റി അന്വേഷിക്കാനും രാമായണങ്ങൾ കളക്ട് ചെയ്യാനും തുടങ്ങിയത്. അമ്മ രാമായണം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥവും കഥയും പറഞ്ഞു തരും. അങ്ങനെ വല്ലാത്ത രീതിയിൽ രാമായണം ഒരു ഹൃദയത്തിൽ തട്ടിക്കൊണ്ടേയിരുന്നു രാമായണ കഥകൾ. അപ്പോൾ വീട്ടുകാർ പറയും കർക്കിടക മാസത്തിലേ ഇത് വായിക്കാൻ പാടുള്ളൂ എന്ന്. എന്നാലും അവർ പറയുന്നതനുസരിക്കാതെ ഞാൻ പലതവണയും എല്ലാ ദിവസങ്ങളിലും തന്നെ രാമായണം പാരായണം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ രാമായണം എന്ന ഗ്രന്ഥത്തെപ്പറ്റിയും രാമായണത്തിൻ്റെ ഉത്ഭവത്തിനെ പറ്റിയെല്ലാം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണമായി. 300 വർഷം മുൻപ് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഓലഗ്രന്ഥ രാമായണം നിധി പോലെയാണ് പത്മനാഭൻ സൂക്ഷിക്കുന്നത്. മാപ്പിള രാമായണം, ഇശൽ രാമായണം 1.5 സെന്റിമീറ്റർ വലിപ്പമുള്ളതും 1 ഇഞ്ച് വലിപ്പമുള്ളതും ഒറ്റ ശ്ലോകത്തിലുള്ളതും അങ്ങനെ രാമായണത്തിന്റെ വൈവിധ്യത ആരെയും അത്ഭുതപ്പെടുത്തും. 228 രാമായണങ്ങളിൽ 157 മലയാളത്തിലുള്ളതാണ്. അത് ഒറ്റ ശ്ലോക രാമായണം മുതലുണ്ട്. 41 വരികളിലുള്ള രാമായണമുണ്ട്. ഒറ്റ പേജിലുള്ള ഗായത്രി രാമായണമുണ്ട്. 101 ശ്ലോകങ്ങളിലായിട്ടുള്ള രാമായണങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാമായണങ്ങളാണ്. ഈ 157 രാമായണവും ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം മാത്രമല്ല, എൻ്റെ ഒരു പ്രതിജ്ഞ കൂടിയാണ് രാമായണം മുഴുവൻ എൻ്റെ കയ്യിൽ കിട്ടുന്നു വായിക്കണമെന്ന്. വിവിധ വ്യാഖ്യാനങ്ങളും 17-ാം നൂറ്റാണ്ടിലെ രാമായണ ചിത്രീകരണം പുസ്തകമാക്കിയതും ഇതോടൊപ്പമുണ്ട്. കൈകൊണ്ടെഴുതിയവ, രാമായണ കഥ വിവരിക്കുന്ന ചിത്രരാമായണം, ചുമർചിത്രങ്ങളിലൂടെ രാമകഥ പറയുന്ന ആൽബങ്ങളെല്ലാം ഇദ്ദേഹത്തിനുണ്ട്. രാമായണ മാസാചരണത്തിൽ വിവിധ ജില്ലകളിൽ ഈ ശേഖരങ്ങളുടെ പ്രദർശനവുമായി മുന്നോട്ടു പോവുകയാണ് പത്മനാഭൻ. പുരാണ കഥകളെ ഗവേഷണ വിഷയമാക്കാൻ ഒരുങ്ങുന്നവർക്കും രാമായണത്തിൻ്റെ വൈവിധ്യതയെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ചെറിയത്ത് പത്മനാഭൻ നിധി പോലെ സൂക്ഷിക്കുന്ന ഈ രാമായണ ഗ്രന്ഥങ്ങൾ ഏറെ ഉപകാരപ്പെടും. കണ്ണൂർ മണത്തണയിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.